ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഒരു പുതിയൊരു ഡ്രാമയും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഡ്രാമയുടെ പേരാണ് ദ സൗണ്ട് ഓഫ് മാജിക്. മാജിക് കാണാനും അതിനെക്കുറിച്ച് അറിയാനും താല്പര്യമുള്ള എൻ്റെ എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോ. ഇപ്പോൾ സമയം ഏതാണ്ട് 1 മണിയായി രാത്രി, അതായത് രാവിലെ 1 മണിയായി അപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം കുറേ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. ഈ ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം അത്രമേൽ തിരഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ ഡ്രാമ ഞാൻ തിരഞ്ഞെടുത്തത്. കാരണം വേറെ ലെവലൊരു ഡ്രാമയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും കൂടെ കൂടിക്കും. അപ്പോൾ പറഞ്ഞ് അധികം ബോറടിപ്പിക്കുന്നില്ല, നേരെ എപ്പിസോഡ് 1 എന്താണെന്ന് നമുക്ക് നോക്കാം. ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു അടിപൊളി ഇൻട്രോ സോങ് ആണ്. നല്ല സൂപ്പർ സോങ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ ഒപ്പം കുട്ടികൾ ഡാൻസ് കളിക്കുന്നതുമുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് നമ്മുടെ സൗണ്ട് ഓഫ് ദ മാജിക് എന്ന ഡ്രാമ ആരംഭിക്കുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ കാണിക്കുന്നത് ഒരു പറ്റം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ നിന്നാണ് ഈ ഡ്രാമയുടെ തുടക്കം കേട്ടോ. അങ്ങനെ സാർ ക്ലാസ്സിൽ വന്ന് അറ്റൻഡൻസ് ഒക്കെ എടുക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു കാല് നമ്മൾ കാണുന്നത്. വേഗം തിരക്കിട്ട് ഓടി വരികയാണ്. ഇതാണ് നമ്മുടെ ഹീറോയിൻ ക്ലാസ്സിൽ വരാൻ വേണ്ടി വഴുകി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് കൂട്ടിയിടിക്കുകയാണ്. അങ്ങനെ അവളുടെ കാലുമുട്ടി ശരിക്കും പൊട്ടുകയാണ് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ പേരാണ് യൂനാഹി എന്നാണ് കേട്ടോ. അങ്ങനെ അവളുടെ കാല് പൊട്ടി നല്ല വേദന ഉണ്ടാവും. അങ്ങനെ അവളെ എണീപ്പിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ നീട്ടുമ്പോൾ അവൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓടി ക്ലാസ്സിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോൾ സാറ് അവിടെ ശരിക്കും കളിയാക്കുകയും ചീത്ത പറയുകയും ചെയ്യുകയാണ്. നീ എപ്പോഴും ഇതുപോലെ തന്നെയുള്ള കാണിക്കുന്നത്, നിനക്ക് ഒരു കൃത്യസമയവുമില്ല, നീ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്, പഠിക്കാൻ വേണ്ടിയാണെന്നൊക്കെ ചോദിച്ച് അവളെ ശരിക്കും ഇങ്ങനെ അധിക്ഷേപിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്തായിരിക്കും നേരത്തെ കൂട്ടിയിടിച്ചവൻ, അതായത് നമ്മളെ യൂനാഹിനെ ഇടിച്ചവൻ അകത്തോട്ട് കയറി വരികയും നന്നായിട്ട് പഠിക്കണവനൊക്കെ ആയതുകൊണ്ട് നമ്മുടെ സാറൊന്നും പറയുന്നില്ല. ഇവൻ്റെ പേരാണ് നായിൻഹുദു, അങ്ങനെയാണ് ഇവൻ്റെ പേര് കേട്ടോ. അങ്ങനെ ഇവനെ വേഗം തന്നെ കയറ്റിയിരുത്തുകയാണ്. നമ്മുടെ യൂനാഹിനെ ശരിക്കും ഇങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ അവളൊരു വാക്ക് പോലും പറയാണ്ട് വീണ്ടും ക്ലാസ്സിൽ കയറി ഇരിക്കുകയാണ്. അങ്ങനെ സാറ് പറയുകയാണ്, ഇനി ആവർത്തിച്ച് കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് വരണ്ട, നിന്നെ പുറത്താക്കുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവൾ ശരിക്കും വിഷമമാവുകയാണ്. പക്ഷേ അവന് ഒന്നും പറയുന്നില്ല, കാരണം ഡിസ്ക്രിമിനേഷൻ ആണ് കേട്ടോ. കാരണം അവന് ശരിക്കും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായതുകൊണ്ട്, കാശുള്ള ഒരു വിദ്യാർത്ഥിയായതുകൊണ്ട് മാത്രമാണ് അവനോട് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവൾക്ക് അധികം ഫ്രണ്ട്സൊന്നുമില്ല സ്കൂളിൽ. അങ്ങനെ അവൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീനിൽ പോയതിന് ശേഷം ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ കുറച്ച് ഭക്ഷണം എടുത്ത് അവൾ പാക്ക് ചെയ്യുന്നുണ്ട്. അത് ആർക്ക് വേണ്ടി ആയിരിക്കുമെന്ന് നമുക്ക് വഴിയെ നോക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ അവളുടെ ക്ലാസ്സിലൊരു കുട്ടിയുടെ കാല് തട്ടിയിട്ട് ആ ഭക്ഷണം താഴ്ത്തി വീണ് പോവുകയാണ്. അങ്ങനെ അവൾ പറയുകയാണ് സോറി എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവൾക്ക് ഓക്കെ എന്ന് പറഞ്ഞ് അവളുടെ യൂനാഹിയുടെ ക്ലാസ്സിലുള്ള കുട്ടി പോവുകയാണ്. അങ്ങനെ നേരെ ചെല്ലുന്നത് നായിൻ്റെ അടുത്തോട്ടാണ് ചെല്ലുന്നത്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നിൻ്റെ അടുത്തിരിക്കുന്ന യൂനാഹുവിൻ്റെ അടുത്ത് നീ സംസാരിക്കാറില്ലെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ സംസാരിക്കാറൊന്നുമില്ല, നീ നന്നായിട്ട് ക്ലാസ് ടോപ്പർ എന്നൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ ഒരിക്കലും നിനക്ക് അവളെ മാത്സിൽ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ യൂനാഹി നന്നായിട്ട് മാത്സ് പഠിക്കും, അതുകൊണ്ട് തന്നെ നായിന്ദുവിന് ഒരിക്കലും പോലും അവളെ തോൽപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ അവൻ്റെ അടുത്ത് ഓരോ കാലൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ ഇതുവരെ അവളോട് മിണ്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അവൾമാർ പറയുകയാണ്, അവളൊരു ടൈപ്പാണ്, അവളങ്ങനെ ആരോടും മിണ്ടൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് അവൾ വേഗം തന്നെ ക്ലാസ്സിലോട്ട് വരികയാണ്. അങ്ങനെ പെട്ടെന്ന് സാറൊക്കെ വരുമ്പോൾ അവരെല്ലാം അവരെ ക്ലാസ്സിൽ പോയി, അത് അവർ ഓരോ ക്ലാസ്സിൽ ഓരോ സീറ്റിലൊക്കെ പോയി ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നായിന്ദു ആണെങ്കിൽ ഒന്നും അവനോട് മിണ്ടുന്നില്ല, അവനാണെങ്കിൽ അവളോടും ഒരു കാര്യം മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ മാത്സ് പഠിക്കുന്നത് എവിടെ നിന്നാണ്, നിന്നെ ആരാ പഠിപ്പിക്കുന്നതെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും തിരിച്ച് പറയുന്നില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൾ പാർട്ട് ടൈം വർക്കിന് പോവുകയാണ്. അങ്ങനെ അവൾക്ക് നല്ല വിശപ്പാണ് ഉള്ളത്, കാരണം ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ആരോ കഴിച്ച ഒരു ബർഗറിൻ്റെ കഷ്ണം എടുത്ത് നമ്മുടെ നായിന്ദു കഴിക്കാൻ പോകുമ്പോഴായിരിക്കും അവിടുത്തെ, അതായത് കടയുടെ ഷോപ്പ് ഓണർ അത് കാണുകയാണ്. പെട്ടെന്ന് തന്നെ അവൾ അത് താഴത്തേക്ക് ഇടുകയാണ് കേട്ടോ. അങ്ങനെ അവൾ അവിടെ നിന്ന് ഓടി പോവുകയാണ്. അവളുടെ ഷോപ്പ് ഓണർ മനസ്സിലാവുകയാണ് അവൾക്ക് ശരിക്കും ദാരിദ്ര്യം പിടിച്ചതാണെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊന്നും ഒരിക്കലും ചെയ്യരുത്, നിനക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് കഴിക്കാം, നീ പെർമനൻ്റ് ആയിക്കോ, നീ എല്ലാ ദിവസവും ഷോപ്പിൽ വന്നോളാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്തെ നമ്മുടെ ഷോപ്പിൽ ഓണറാണെങ്കിൽ നമ്മുടെ യൂനായിക്കാണെങ്കിൽ കുറച്ച് കാശൊക്കെ കൊടുക്കുകയാണ്, നീ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളാൻ പറഞ്ഞ് കാശൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആൾക്ക് ശരിക്കും സന്തോഷമാവുകയാണ്. നിങ്ങൾ ദയവായി ക്ഷമിക്കണം, കാരണം ഇവിടെ കുറേ പട്ടികളൊന്നും കുരക്കുന്നുണ്ട്. കാരണം രാത്രി പുറത്തുകൂടെ പോകുന്ന ആൾക്കാരെ കണ്ടിട്ടാണ് ഈ പട്ടികൾ ഉറക്കൊന്നുമില്ലാണ്ട് ഒന്ന് കുരച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒച്ച കേൾക്കുകയാണ്, നിങ്ങൾ ദയവായി ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ കാശൊക്കെ വാങ്ങിയതിന് ശേഷം അവൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ അവൾ ആ കാശ് കൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് ആ കാശ് നോക്കി നടന്ന് പോകുമ്പോഴായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനാഹിയുടെ കയ്യിൽ നിന്ന് കാശിനെ പറന്ന് പോവുകയാണ്.
പറന്ന് എങ്ങടോന്നില്ലാണ്ട് പോവുകയാണ്. അവളാണെങ്കിൽ അതിൻ്റെ പുറകെ തന്നെ ഓടിപ്പോവുകയാണ്. എടാ അവിടെ നിൽക്കടാന്ന് പറഞ്ഞ് ഓടിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെ കാശ് താഴത്തുനിന്ന് വീണ്ടും എടുക്കുമ്പോൾ വീണ്ടും പറന്ന് പോവുകയാണ്. അവൾ ആ കാശ് എങ്ങോട്ടോ കൊണ്ടുപോവുകയാണ് കേട്ടോ. അങ്ങനെ കാശിനെ ഫോളോ ചെയ്ത് നമ്മുടെ യൂനാഹി ഒരു തീം പാർക്കിലാണ് എത്തുന്നത്. ആ തീം പാർക്ക് ആകെ പൂട്ടിക്കിടക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ അവിടെ ഒരാളുണ്ടാവും. എന്നിട്ട് ഇതാണ് നമ്മുടെ ഹീറോയിൻ. നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, നീ ബ്ലാക്ക് മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ടോ, നീ മാജിക്കിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവൾ ആകെ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവുകയും കാശ് വേണ്ട ജീവിതം മതിയെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് അലറിക്കൊണ്ട് ഓടിപ്പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ യൂനാഹി നേരെ അവളുടെ വീട്ടിലെത്തുകയാണ്. അങ്ങനെ അവൾ ഓടി അവസാനം അവൾ അവിടെയാണ് എത്തുന്നത്. അങ്ങനെ നമ്മുടെ യൂനാഹിക്ക് ഒരു സഹോദരിയുണ്ട്. അവൾ പുറത്തോട്ട് ഓടി വരികയാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു വരുമ്പോൾ ഒന്നുമില്ല, ഞാൻ വേഗം ഓടി വന്നാണ്, കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ യൂനാഹി. അങ്ങനെ യൂനാഹി പറയുകയാണ്, എന്തെങ്കിലും കൂടെ കഴിക്കാൻ ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ യൂനാഹി നേരെ ചെന്നിട്ട് ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കുമ്പോൾ അവിടെ വെറും കാലി ഭക്ഷണം മാത്രമാണ്. അങ്ങനെ നേരത്തെ പാക്ക് ചെയ്തുകൊണ്ടുവന്ന ഭക്ഷണം അവളുടെ അനിയത്തിക്ക് വേണ്ടിയാണ് കേട്ടോ നമ്മുടെ യൂനാഹി പാക്ക് ചെയ്ത് വന്നത്. അത് അവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾക്ക് സന്തോഷമാവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ യൂനാഹി ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ നേരത്തെ ആയിരിക്കും നമ്മുടെ യൂനാഹിയുടെ പോക്കറ്റിൽ എന്തോ ഇൻവിറ്റേഷൻ കാർഡ് പോലെ ഇരിക്കുന്നത്, അതായത് ഇൻവിറ്റേഷൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ യൂനാഹി അത് മൈൻഡ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ താഴത്തേക്ക് ഇടുകയാണ്. അതായത് നമ്മുടെ മജീഷ്യൻ്റെ ഇൻവിറ്റേഷൻ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇവൾക്ക് ആ കാര്യം ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഹൗസ് ഓണർ വന്നിട്ട് അവളോട് ചൂടാവുകയാണ്. ഇപ്പോൾ കുറേ ദിവസത്തെ വാടകയും തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ യൂനാഹി പറയുകയാണ്, എൻ്റെ അച്ഛൻ വന്ന ഉടനെ തന്നെ കാശൊക്കെ തന്നേക്കാമെന്ന് പറയുകയാണ് കേട്ടോ. ഈ മാസം കൂടി ഞാൻ നോക്കും, അതിനുശേഷം കാശ് തന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ വീട് നോക്കണമെന്ന് നമ്മുടെ യൂനാഹിനോട് പറയുമ്പോൾ നമ്മുടെ യൂനാഹി പറയുകയാണ്, തീർച്ചയായിട്ടും കാശ് തരാമെന്ന് പറഞ്ഞ് നമ്മുടെ ഹൗസ് ഓണർ നമ്മൾ മടക്കി അയക്കുകയാണ് കേട്ടോ. കാരണം അവർ വളരെയധികം ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നവർക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ അവിടെ യൂനാഹിക്ക് ഒരു നല്ലൊരു ലെഗിൻസ് വാങ്ങാൻ പോലും കാശില്ല. അതൊക്കെ നമ്മുടെ ക്ലാസ്സിലായി രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞ് കളിയാക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ ക്ലാസ്സിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ടൈമിലാണെങ്കിൽ താഴത്ത് കുറച്ച് കാശ് കിടക്കുന്ന നമ്മുടെ യൂനാഹിയുടെ ശ്രദ്ധയിൽ പെടുകയാണ്. അവൾ ആദ്യം വിചാരിച്ചാൽ എടുക്കണ്ട എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവളുടെ അവസ്ഥയൊക്കെ ഓർത്തപ്പോൾ അവൾക്കത് എടുക്കാൻ തന്നെ തോന്നുകയാണ്. അങ്ങനെ അവൾ ആ കാശ് പെട്ടെന്ന് തന്നെ എടുത്ത് പോക്കറ്റിൽ ഇടുകയാണ് കേട്ടോ. ഇതേ സമയത്തായിരിക്കും ആ ക്ലാസ്സിൽ ആ കുട്ടി, അതായത് നമ്മുടെ യൂനാഹിനെ കളിയാക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടി പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് ഇങ്ങനെ കയറി വരികയാണ്. അതേപോലെ തന്നെ നമ്മുടെ നായിൻഹിദു അങ്ങോട്ട് കയറി വരികയാണ് കേട്ടോ. അങ്ങനെ യൂനാഹിനോട് ചോദിക്കുകയാണ്, നീ എൻ്റെ കാശ് എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മുടെ നായികയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മുടെ നായിക, അതായത് യൂനാഹി ഒന്നും മിണ്ടാത്തതുകൊണ്ട് ഇവൾ പറയുകയാണ്, ഞാൻ ആ കാശ് ദാനം കൊടുത്തുവിട്ട് തന്നെ കരുതിക്കോളാം, എൻ്റെ കാശ് ആരെടുത്താലും ഞാൻ ദാനം കൊടുക്കുകയാണ്. അങ്ങനെ ഇവൾക്ക് ഒന്നും മിണ്ടുന്നു. നമ്മൾ യൂനാഹിക്ക് ശരിക്കും വിഷമമുണ്ട്. കാരണം അവൾക്ക് അർഹതപ്പെട്ട കാശല്ല എന്ന് അവൾക്ക് തന്നെ അറിയാം. പക്ഷേ അവളുടെ അവസ്ഥ അവൾ ഓർക്കുമ്പോൾ അവൾക്ക് അത് തിരിച്ച് കൊടുക്കാനും തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ അവൾ തല കുനിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒരു അക്ഷരം പോലും അവൾ മിണ്ടുന്നില്ല. അവളെ കുറേ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവളുടെ ക്ലാസ്സിലുള്ള ആ കുട്ടി. പക്ഷേ അവളതൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ വീട്ടിൽ പോയിട്ട് അവൾക്ക് ശരിക്കും കുറ്റബോധം തോന്നുകയാണ്. കാരണം ഞാൻ ചെയ്തത് തെറ്റാണല്ലോ എന്നുള്ളൊരു കുറ്റബോധമാണ് അവിടെ യൂനാഹിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ യൂനാഹി രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവളുടെ കാശ് പോയ തീം പാർക്കിലോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. കാരണം അവിടെ പോയി കാശ് എടുക്കാൻ വേണ്ടി തന്നെ അവൾ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ യൂനാഹിനെ മെല്ലെ നേരെ അതിൻ്റെ അകത്തോട്ട് മെല്ലെ നേരെ നമ്മുടെ യൂനാഹി അകത്തോട്ട് കയറുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ആ മജീഷ്യനായ നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, നീ എൻ്റെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടല്ലേ വന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ നിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടൊന്നുമല്ല വന്നതെന്ന് നമ്മുടെ യൂനാഹി പറയുകയാണ്. പിന്നെ നീ നുണ പറയുകയാണ്, നീ എൻ്റെ മാജിക്കിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് നീ ഇപ്പോൾ വന്നതെന്ന് നമ്മുടെ യൂനാഹിയുടെ അടുത്ത് നമ്മുടെ നായകൻ പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല, പിന്നെ നിൻ്റെ പോക്കറ്റിൽ നീ ഒന്ന് തപ്പി നോക്കിയേ, നീ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് തന്നെയാണ് വന്നതെന്ന് പറഞ്ഞ് അവൾ കീറിക്കളഞ്ഞ ഇൻവിറ്റേഷൻ കാർഡ് വീണ്ടും അവളുടെ പോക്കറ്റിൽ വരികയാണ് കേട്ടോ. അങ്ങനെ അവൾ ആകെ പേടിച്ച് പോവുകയാണ്. അല്ലെങ്കിൽ ഇതെങ്ങനെ വന്നത്, ഞാൻ ഇത് കീറിക്കളഞ്ഞതാണല്ലോ എന്നൊക്കെ അവൾ സ്വയം വിചാരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ നായകൻ പറയുകയാണ്, നീ ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വരാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ യൂനാഹി പറയുകയാണ്, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് കാശ് എനിക്ക് തിരിച്ച് തരണമെന്ന് നമ്മുടെ യൂനാഹി പറയുകയാണ് കേട്ടോ. അതേ സമയത്ത് നമ്മുടെ മജീഷ്യൻ പറയുകയാണ്, ഈ കാശ് ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് എടുത്തത്. അങ്ങനെ നമ്മുടെ യൂനാഹിയെ തട്ടിപ്പറിക്കാൻ നേരത്ത് ആ കാശ് ഫുള്ള് പേപ്പറാക്കി മാറ്റുകയും വീണ്ടും അത് കാശാക്കി മാറ്റുകയും ആ കാശിൽ നിന്ന് നമ്മുടെ മജീഷ്യൻ വേറെ 2 കാശാക്കി മാറ്റുകയും ചെയ്യുകയാണ് കേട്ടോ. ഇത് കണ്ട് നമ്മൾ യൂനാഹി ആകെ അത്ഭുതപ്പെട്ട് പോവുകയാണ്. അവൾ ഇതുവരെയും കാണാത്ത ഒരു മാജിക്കാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ യൂനാഹിക്ക് 2 നോട്ടും കൊടുക്കുമ്പോൾ നമ്മുടെ നമ്മുടെ നായകനോട് പറയുകയാണ്, എനിക്ക് എൻ്റെ കാശ് മാത്രം മതി എന്ന് പറഞ്ഞ് നമ്മുടെ യൂനാഹി അതിൽ നിന്ന് ഒരു കാശ് മാത്രമാണ് എടുക്കുന്നുള്ളൂ. ബാക്കി കാശ് നമ്മുടെ മജീഷ്യന് തന്നെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ മജീഷ്യൻ ആ കാശ് ഇങ്ങനെ നീട്ടി കഴിയുമ്പോൾ ആ കാശ് വാങ്ങിയിട്ട് നമ്മുടെ യൂനാഹി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. കാരണം അവൾക്ക് ചെറുതായിട്ട് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവൾക്ക്
ചെറിയ പേടിയുള്ളതുകൊണ്ടാണ് കേട്ടോ അവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. അങ്ങനെ നമ്മുടെ യൂനാഹി അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ നമ്മുടെ മജീഷ്യനാണെങ്കിൽ മജീഷ്യൻ്റെ പവർ വെച്ചൊരു ചുറ്റിനും കുറേ ബബിൾസും, അതായത് കുറേ ബബിൾസൊക്കെ ഇങ്ങനെ വരുത്തുകയാണ്. അതെല്ലാം കണ്ട് നമ്മുടെ യൂനാഹി ആകെ വണ്ടർ അടിച്ച് നിന്ന് പോവുകയാണ് കേട്ടോ. ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം നല്ല അടിപൊളി ഒരു ലവ് ഡ്രാമയും നല്ല മാജിക്കൊക്കെ നിറഞ്ഞൊരു കിടിലൻ ഡ്രാമയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ യൂനാഹി അവിടെ തന്നെ അതെല്ലാം ആസ്വദിക്കുകയാണ്. അങ്ങനെ യൂനാഹിക്ക് എന്താ ചുറ്റും നടക്കുന്നതെന്ന് പോലും അറിയാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആ കാശ് വെച്ച് അവർ രണ്ടുപേരും നല്ല, അതായത് യൂനാഹിയും സഹോദരിയൊക്കെ നല്ല ഭക്ഷണം കഴിക്കുകയും നമ്മുടെ യൂനാഹിയാണ് ഈ പുതിയൊരു ലെഗിൻസൊക്കെ വാങ്ങിയിട്ട് നേരെ കോളേജിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം അവളിപ്പോൾ ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ യൂനാഹിയുടെ അടുത്തിരിക്കുന്ന ആ കുട്ടി നമ്മുടെ യൂനാഹിനോട് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് മാത്സ് പഠിക്കുന്നത്, നീ എവിടെയെങ്കിലും ട്യൂഷൻ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ യൂനാഹി പറയുകയാണ്, എനിക്ക് മാത്സ് വളരെയധികം ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യവും മനസ്സിലാവും, അല്ലാണ്ട് വേറെ എവിടെ ഞാൻ ട്യൂഷനൊന്നും പോകണില്ല എന്ന് നമ്മുടെ യൂനാഹി തിരിച്ച് മറുപടി പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ യൂനാഹി ആണെങ്കിൽ യൂനാഹിയുടെ എല്ലാ കാര്യവും അവളുടെ കടയിലുള്ള ആളോട് പറയാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യം പറയുകയാണ് നമ്മുടെ യൂനാഹി. അവളുടെ എല്ലാ സങ്കടവും എല്ലാം നമ്മുടെ കടയിലെ ഓണറിനോട് പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ കുറച്ച് നടന്നതിന് ശേഷം നമ്മുടെ യൂനാഹിയുടെ സങ്കടങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ കടയിൽ ഓണറാണെങ്കിൽ നമ്മുടെ യൂനാഹിക്ക് കുറച്ച് കാശ് എടുത്ത് കൊടുക്കുകയാണ്. നീ കാശ് വെച്ചോളാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ നമ്മുടെ യൂനാഹിക്ക് ആ കാശ് കൊടുക്കുന്നത്. അവൾക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. കാരണം അവൾ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ഒരു വിചാരത്തിലാണ് കേട്ടോ അവളിപ്പോൾ ആ കാശ് വാങ്ങുന്നത്. പക്ഷേ ആ കാശ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഓണറിന് വേറെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അവളോട് മോശമായിട്ട് പെരുമാറുകയാണ്. ഇതേ സമയത്ത് യൂനാഹി മനസ്സിൽ വിചാരിക്കുകയാണ്, എന്നെ ആരിൽ വന്ന് രക്ഷിച്ചാൽ മതിയായിരുന്നു എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. ആ കടയിൽ ഓണറാണെങ്കിൽ അവളോട് കൂടുതലും മോശമായിട്ട് ഇങ്ങനെ പെരുമാറുമ്പോൾ തള്ളി മാറ്റുകയാണ്. അങ്ങനെ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി നമ്മുടെ യൂനാഹിയുടെ അടുത്തോട്ട് വരുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ട് എന്നെ ആരും രക്ഷിക്കാൻ വന്നതെന്ന് മനസ്സിലുണ്ട് കേട്ടോ. ഇനി അടുത്ത എപ്പിസോഡിൽ എന്തായാലും നടക്കാൻ പോകുന്നത് നാളെ തന്നെ, അതായത് നാളെ ആയിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് പിറ്റേ ദിവസം എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡ്രാമ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ കാണുന്നവരുടെ എല്ലാ കൂട്ടുകാർക്കും ചെറിയൊരു ബൈ ബൈ.